ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നമ്മുടെ ഒരു ഷെഫീൽഡിൽ നിന്നും സ്കോട്ട്ലാൻഡിലേക്കുള്ള ഒരു ട്രിപ്പിൻ്റെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസാണ് പറയുന്നത്. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോച്ച് ലെമോണ്ട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. സ്കോട്ട്ലാൻഡിൻ്റെ തുടക്കത്തിലുള്ള ഒരു സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു വില്ലേജ് ആയിരുന്നു അത് കൂടാതെ ഈ കാണുന്ന ചർച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു അവിടെ. ഈ ചർച്ചിൻ്റെ ചുറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൂടാതെ നമ്മൾ അടുത്തതായിട്ട് പോയതാണ് ഇങ്ങനൊരു ലേക്ക്. അത് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ബോട്ട് ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളതൊന്നും എടുത്തില്ല. കാരണം നമുക്ക് അന്ന് വൈകുന്നേരത്തിനകത്ത് ഗ്ലാസ്ഗോ എത്താനുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്നെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. നമ്മൾ കുറച്ച് നേരം അവിടെ നടക്കുകയൊക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഇങ്ങനെ ചുറ്റും മരങ്ങളും കുന്നുമൊക്കെ, അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു ഇതും നല്ല ഇതായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഓരോയിടത്തും റെസ്റ്റ് എടുത്ത് പിന്നെ അതേപോലെ തന്നെ താമസിച്ചിട്ടൊക്കെയാണ് അത് പോയത്. കാരണം കല്ലുള്ളത് കൊണ്ട് കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളങ്ങനെ അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തുനിന്ന്. എന്നിട്ട് നേരെ നമ്മൾ പോയതാണ് ഗ്ലാസ്ഗോയിൽ മെയിനായിട്ട് കാണാനുള്ള സ്ഥലമാണ് ഈ കെൽവിൻ ഗ്രൂ ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള ചില പിക്ചേഴ്സാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. കുറേ ഉണ്ട്, ഇത്രയൊന്നുമല്ല. ഞാൻ വളരെ പരിമിതമായിട്ടുള്ള ഫോട്ടോസ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ ഒത്തിരി മൃഗങ്ങളുടെയും അതേപോലെ തന്നെ ഈ ഫ്ലൈറ്റ്, അങ്ങനെ ഒരുപാട് ഗ്ലാസ്സസ് കൊണ്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് മ്യൂസിയം ഒത്തിരി നേരം ഉണ്ട് അത് കാണാൻ വേണ്ടി. അറൗണ്ട് ഒരു 20-30 മിനിറ്റ്സ് നമുക്ക് കാണാനുള്ളതുണ്ട്. അതിനുശേഷം പോയതാണ് ഈ റിവർ വ്യൂ മ്യൂസിയം എന്ന് പറയുന്നത്. അതും വളരെ നന്നായിരുന്നു. അവിടെ നിന്ന് നേരെ പോയതാണ് എഡിൻബർഗ്. ഗ്ലാസ്ഗോയിൽ സ്റ്റേ ചെയ്തതിന് ശേഷമാണ് എഡിൻബർഗിലേക്ക് പോയത്. എഡിൻബർഗിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ നഷ്ടമായിട്ട്. സത്യം പറഞ്ഞാൽ എഡിൻബർഗിൽ ഒരു 2 ദിവസം സ്റ്റേ ചെയ്യണം. അത്രയ്ക്കുണ്ട് കാണാനാണ്. ഈ കാണുന്നതാണ് റോയൽ മൈൽ എന്ന് പറയുന്നത്. ഒരു ടൗൺ പോലെയാണ്. പിന്നെ നടക്കാൻ ഒത്തിരി ഉണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് ഒത്തിരി നേരം കാണാനും നടക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റിലായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നവർ ഒത്തിരി പേരുണ്ട്. അതുപോലെ അതല്ലാതെ വേറെ കാര്യങ്ങൾ കാണിക്കുന്നവരുണ്ട്. ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ഒത്തിരി കടകളിലൊക്കെ കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടി. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പീപ്പിൾസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ. എഡിൻബർഗിൽ നമ്മൾ കൂടുതൽ ചിലവഴിച്ചത് എഡിൻബർഗ് കാസിൽ കാണാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും പാർക്കിങ്ങൊക്കെ നല്ല റേറ്റാണ് കേട്ടോ എഡിൻബർഗിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ, പാർക്കിംഗ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബസ് ജേണി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ അവിടെയുള്ള കാണേണ്ട എല്ലാ അട്രാക്ഷൻസും ബസ്സിൽ തന്നെ നമ്മളെ കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്യും. ഈ പിറകിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ പിറകിൽ കാണുന്നതാണ് എഡിൻബർഗ് കാസിൽ എന്ന് പറയുന്നത്. കല്ലും ഇങ്ങനെ ഈ മുങ്ങി കണ്ടപ്പോൾ നല്ലപോലെ പേടിച്ച് പോയായിരുന്നു കേട്ടോ. ഇത് എഡിൻബർഗ് കാസിലിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ഒരു ബോബി എന്ന് പറയുന്നൊരു പട്ടിയുടെ പ്രതിമയാണ് അവർ വെച്ചിരിക്കുന്നത്. അതും കൊള്ളായിരുന്നു കാണാൻ. ഈ കാണുന്നതൊക്കെ എഡിൻബർഗ് കാസിലിനകത്തുള്ള കുറച്ച് പിക്ചേഴ്സാണ്. എഡിൻബർഗിലെ കാസിൽ നിന്നും നമ്മൾ എഡിൻബർഗിലേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു പിക്ചറാണിത്. നല്ല ഭംഗിയായിട്ടാണ് കുറേ പൂക്കളൊക്കെ ഇങ്ങനെ ഓരോ കടകളുടെ ഫ്രണ്ടിലുമൊക്കെ ഇവർ വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ രാത്രി സ്റ്റേ ചെയ്തിട്ട് അന്ന് രാത്രി നമ്മൾ ഒരു ഗോസ്റ്റ് ബസ് റൈഡിന് പോയി. അതായത് രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ഥലം കാണിക്കുന്നത് പോലെ തന്നെ സംഭവമാണത്. അത് വലിയ നല്ലതായിരുന്നില്ല. പിന്നെ പോയതാണ് ഈ കാണുന്ന ഫാൽക്രിക്ക് വീൽ. നമ്മുടെ വേൾഡിൽ തന്നെ ഉള്ള ഒരേ ഒരു റൊട്ടേറ്റിംഗ് ബോട്ട് ലിഫ്റ്റാണിത്. നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഈ കാണുന്നത് പോലെ ഈ കാണുന്ന ബോട്ടിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബോട്ട് അതിനെ ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യും, മുകളിലേക്ക് എത്തിക്കും. ഇതേപോലത്തെ ഈ വീലിലൂടെ. എന്നിട്ട് നമ്മളൊരു കനാലിലൂടെ പോയിട്ട് അതേപോലെ തിരിച്ച് വന്നിട്ട് ഈ വീലിലൂടെ നമ്മൾ ബോട്ടിൽ താഴെ എത്തിക്കും. അതാണ് കാര്യം. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്തിന് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് അവരത് അത്ര പ്രശ്നമാക്കിയില്ല. രണ്ടാമത്തെ ബോട്ട് ലിഫ്റ്റിൽ ആൾ കുറവായിരുന്നുകൊണ്ട് നമ്മൾ അതിലേക്ക് അവർ കയറ്റി. കൊള്ളായിരുന്നു കാണാൻ. വളരെ വലിയ ഭംഗി ഇതൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു കനാലിലൂടെ ഡ്രൈവും അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും അത്രയും മാത്രം കൊള്ളാം. ഒരു ഹൈറ്റിൽ പോകുമ്പോഴും അതൊരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയത്. എഡിൻബർഗിൽ നിന്ന് ഫാൽക്രിക്ക് വീലിലോട്ട് വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇതിനു മുന്നേ കെൽപീസി പോയിട്ടാണ് ഫാൽക്രിക്ക് വീലിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അതാണ് മെയിനായിട്ട് നമുക്ക് ടൈം കിട്ടാത്തത്.
പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ഒത്തിരി നടക്കാനുണ്ട് ഈ വീലിലോട്ട് കയറാൻ വേണ്ടി. നമ്മൾ വിചാരിച്ചു പാർക്കിങ്ങിൻ്റെ അടുത്തുനിന്ന് വളരെ അടുത്തായിരിക്കുന്നു, പക്ഷേ അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ടാണ് ടിക്കറ്റ് മെയിനായിട്ടും ഇതായത്. നമ്മൾ പിന്നെ ഇവിടെ കയറുന്നതിന് മുന്നേ ഇവിടെ തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. നമുക്ക് ടിക്കറ്റ് ആദ്യത്തെ മിസ്സായതുകൊണ്ട് തന്നെ രണ്ടാമത്തേന് സമയം എടുത്തുകൊണ്ട് ആ സമയം കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് ഇതിലോട്ട് കയറിയത്. വളരെ കൊള്ളായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത് കയറാൻ വേണ്ടിയൊക്കെ. ഓരോ സമയം അനുസരിച്ചാണ് ആൾക്കാരെ കയറ്റുന്നത്. പിന്നെ ഒരു 10-15 മിനിറ്റ് മാത്രമേ ഫാൽക്കർക്ക് വീലിലുള്ള ഒരു ഇതുള്ളൂ. ഓരോരുത്തർക്കും ഉള്ള ഇതുള്ളൂ. വലുതായിട്ടൊന്നും ഇല്ല. ഒരുപാട് നേരമുള്ള ട്രാവലൊന്നുമില്ല. പിന്നെ കെൽപ്പീസ് എന്ന് പറയുന്ന 2 വലിയ കുതിരകളുടെ പ്രതിമയുണ്ട്. അത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഉള്ളത്. നമ്മളവിടെ പോയിരുന്നു കാണാം. പക്ഷേ ഈ ഫാൽക്കർക്ക് വീലിൽ കയറി ഇതിൻ്റെ മുകളിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് ആ കെൽപ്പീസ് കാണാൻ പറ്റും. അതാണ് മെയിനായിട്ടും ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് തന്നെ ഒരാൾ ഗൈഡ് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണെന്നുള്ളതും ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം നല്ലതുപോലെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ജസ്റ്റ് ദൂരെ നിന്ന് ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു പേടിയായിട്ട് തോന്നും. പക്ഷേ കയറുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. കുറച്ച് മുകളിലോട്ട് എത്തുന്ന ആ ഒരിതാണ് മെയിനായിട്ടും ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കനാലിലൂടെ പോകുന്നതിനേക്കാളും നമ്മൾ കുറച്ച് മുകളിൽ എത്തുന്നതിൻ്റെ ഒരിതാണ്. പിന്നെ കുറേ ആൾക്കാർ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഈ ഹൈക്കിങ്ങിനൊക്കെ പോണവരൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കെൽപ്പീസ് എന്ന് പറയുന്നത്, 2 കുതിരകളുടെ പ്രതിമ. ഇത് നമ്മൾ പോയി കണ്ടതാണ്. അത് കൂടാതെ നമ്മൾ ആ ഫാൽക്കർക്ക് വീലിൽ ഇരിക്കുമ്പോഴും ഞാൻ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് ഇതാണ്. അവിടെ നിന്ന് പോയതാണ് ഓബാൻ എന്ന് പറയുന്ന സ്ഥലം. ഓബാൻ ഒരിക്കലും ആരും അധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നമ്മളൊന്ന് ജസ്റ്റ് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ ഫോർട്ട് വില്യമിൽ പോകുന്നതിന് മുന്നേ ലോങ് ഡ്രൈവിന് ശേഷം സ്റ്റേ ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ സ്ഥലമാണ് ഓബാൻ. പക്ഷേ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. എനിക്ക് സ്കോട്ട്ലൻഡ് ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓബാനാണ്. മെയിനായിട്ടും അവിടെ സീ ഹാർബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ അവിടെ കാണേണ്ട ഒരു പ്രത്യേകിച്ചുള്ള സ്ഥലങ്ങളൊക്കെ വലുതായിട്ട് സ്ഥലങ്ങൾ കുറവാണെങ്കിലും ഒരു MC കേക്ക്സ് ടവറും പിന്നെ ബാറ്ററി ഹില്ലൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. ഇതൊരു ഹാർബറാണ്. അതിൻ്റെ അടുത്ത് പോയി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി അവിടെ ഇരുന്നതാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. കലുവിന് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു നടക്കാനും. അവിടെ നിന്ന് നേരെ നമ്മൾ പോയതാണ് ഓബാനിൽ തന്നെ നമ്മളൊരു ബോട്ട് അത് സീ ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോകുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത്. അത് വളരെ നന്നായിരുന്നു. ഈ സീ ടൂറിൽ കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് പല പല സ്ഥലങ്ങളിലുള്ള കാസ്റ്റിൽസ്, ഈ ഒബാൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാർട്സിലുള്ള കാസ്റ്റിൽസ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഒരുപാട് ഡോൾഫിനെ കാണാൻ പറ്റി. പിന്നെ എന്താണ്, സീ ഈഗിളിനെ കാണാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അത്യാവശ്യം നല്ല രസമുള്ളൊരു പൈസ മുതലാവുന്ന രീതിയിലുള്ളൊരു റൈഡായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്, പോണ വഴിക്ക് കണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവരും ഇതൊന്നും കാണുന്നതിനേക്കാളും കൂടുതലായിട്ടും ഡോൾഫിനെ കാണാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. അങ്ങോട്ട് പോയ വഴിക്കൊന്നും കണ്ടില്ലായിരുന്നു ഡോൾഫിനെ. പക്ഷെ തിരിച്ച് വരുന്ന വഴിക്ക് നല്ല രീതിയിൽ ഡോൾഫിനെ കാണാൻ പറ്റി. അത് വളരെ ഒരു നല്ലതായിരുന്നു. ഓബാനിൽ നമുക്ക് കിട്ടിയ അക്കോമഡേഷനും വളരെ നല്ലതായിരുന്നു. ഓബാനിൽ നമ്മുടെ ഈ ഹാർബർ മെയിൻ സ്ഥലത്തു നിന്നും കുറച്ച് ഉള്ളിലോട്ടായിരുന്നു അക്കോമഡേഷനൊക്കെ. പക്ഷേ അതെല്ലാം വളരെ നല്ല അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല സ്ഥലമാണ് ഓബാൻ. വളരെ കാം ആൻഡ് ക്വയറ്റായുള്ള സ്ഥലമാണ്. പക്ഷേ ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ ബാറ്ററി ഹില്ലിൻ്റെയൊക്കെ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ല ഒരു വ്യൂ കിട്ടും. ഓബാൻ്റെ ഫുൾ വ്യൂ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനത്തെ ഒരു വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓബാൻ. ഓബാനിൽ ഒരു രാത്രി നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി ഫുഡൊക്കെ നമ്മൾ ഒരുപാട് ലേറ്റായാണ് കണ്ടിട്ടൊക്കെ എത്തിയത്. അപ്പം നമ്മുടെ താമസിക്കുന്ന അക്കോമഡേഷനിൽ അവർ വഴി രാത്രിത്തെ ഫുഡ് അവർ ഒരു കഫേയിൽ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി ഒരു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ പോയാണ് കഴിച്ചത്. അവിടുത്തെ രാത്രിത്തെ വ്യൂസും ഭയങ്കര നല്ല വ്യൂസായിരുന്നു. പിന്നെ അവിടുന്ന് ഓബാനിൽ നിന്ന് പിറ്റേ ദിവസം നമ്മൾ തിരിച്ചു. മെയിനായിട്ട് നമുക്ക് ഫോർട്ട് വില്യംസിൽ പോകണമെന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് നമ്മൾ ഈ സീ ടൂറിന് പോയിട്ടാണ് നമ്മൾ നേരെ ഫോർട്ട് വില്യംസിലോട്ട് പോയത്. ഓബാൻ്റെ ഏരിയ ഫുള്ളും സീ ആണെങ്കിൽ നമ്മൾ ഫോർട്ട് വില്യമിലോട്ട് പോകുമ്പോഴത്തേക്കും അത് ഫുള്ളും മലകളും, അങ്ങനെ ഒരു ഏരിയ, മലകളും കുന്നുകളും അങ്ങനത്തെ ഒരു നല്ല ഏരിയയാണ്. നമ്മൾ എഡിൻബർഗും സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലം, സിറ്റി പ്രദേശമാണ്. പക്ഷേ അവിടെ കാണാൻ വേണ്ടി ഇങ്ങനെ സിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും
പിന്നെ നമ്മുടെ കാസ്റ്റിലും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അവിടെ നിന്ന് നേരെ പോകുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് സൈഡിലോട്ടാണ് നമ്മൾ ഈ ഫോർട്ട് വില്യംസിലോട്ട് പോകുന്നത്. ഇത് ഈ ഫോർട്ട് വില്യമിലോട്ട് നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ്. അത് വളരെ നല്ല കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുത്ത മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഫോർട്ട് വില്യമിൽ ഫസ്റ്റ് പോയ സ്ഥലമാണ് ഈ ഗൊണ്ടോല എന്ന് പറയുന്നത്. ഇത് നെവിസ് റേഞ്ച് മൗണ്ടൻ ഗൊണ്ടോലയാണ്. അതെന്ന് വെച്ചാൽ യു കെയിൽ തന്നെ യു കെയിൽ ആകപ്പാടുള്ളൊരു മൗണ്ടൻ ഗൊണ്ടോലയാണ്. നമുക്ക് ഇതിൽ നമ്മൾ കയറി ഒരുപാട് ഉയരത്തിലേക്ക് ഇത് പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ ബെൻ നെവിസ് എന്ന് പറയുന്ന മൗണ്ടൻ കാണാൻ പറ്റും ഫുള്ളായിട്ട്. എനിക്ക് നല്ല പേടിയുണ്ട് ഹൈറ്റ്, എന്നാലും ഞാൻ കയറി. കല്ലൂന് പക്ഷേ അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവൾ സന്തോഷമായിട്ട് അതിനകത്ത് നടന്നു. ഇതിൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു കഫേ ഉണ്ട്. ആ കഫേയിൽ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനും അതേപോലെ തന്നെ താഴോട്ട് നോക്കുമ്പോൾ എല്ലാം കാണാനൊക്കെ പറ്റും. എന്നിട്ട് തിരിച്ച് നമുക്ക് അതേപോലെ തന്നെ ഈ ഗൊണ്ടോലയിൽ അവർ നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്യും. ഈ ബൈക്ക് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതുവഴിയും പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു 5:30 6:30 വരെയാണ് ഈ അവസാനമായിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഈ ഗൊണ്ടോലയിലോട്ട്. പക്ഷെ നല്ലൊരു കാഴ്ചയായിരുന്നു ഗൊണ്ടോലയിൽ നമുക്ക് ഈ കാണാൻ പറ്റിയത്. അതിനുശേഷം പോയതാണ് ഈ ഗ്ലെൻഫിൻ വിയാഡക്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പിറ്റേ ദിവസമാണ് പോയത്. അന്ന് പോയില്ല. അന്ന് ഫോർട്ട് വില്യംസിൽ സ്റ്റേ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം പോയത്. ഇത് കാണാനാണ് മെയിനായിട്ട് ഫോർട്ട് വില്യംസിലോട്ട് നമ്മൾ പോയത്. ഈ വരുന്ന ട്രെയിനിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജേക്കബൈറ്റ് സ്റ്റീം ട്രെയിൻ എന്ന് പറയുന്നത്. ഹാരി പോട്ടർ ട്രെയിൻ എന്നും പറയും. ഹാരി പോട്ടർ ട്രെയിൻ ഇത് മെയിനായിട്ട് ഇത് പാസ് ചെയ്യുന്ന ഇതിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് ഫുൾ ബുക്കിംഗ് ആണ്. കയറാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ബുക്കിംഗ് ആണ് പോലും. പക്ഷേ ഇത് പാസ് ചെയ്യുന്നത് കാണാൻ വളരെ പോയതാണ് നെപ്റ്റ്യൂൺ സ്റ്റെയർ കേസ്. അത് ജസ്റ്റ് ആ സൈഡിലോട്ടാണ്. അവിടെ കല്ല് സ്വന്തമായിട്ട് നടന്ന് വരാൻ വേണ്ടി പോയപ്പോഴത്തേക്കും പിന്നെ ചേട്ടൻ്റെ കൈ പിടിച്ചവിടെ നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നല്ല രസമുള്ള സ്ഥലമായിരുന്നു നെപ്റ്റ്യൂൺ സ്റ്റെയർ കേസും. എന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ മെയിനായിട്ട് പോയത് തന്നെ ഫോർട്ട് വില്യംസിൽ പോയുള്ള കാര്യം എന്ന് വെച്ചാൽ ഗൊണ്ടോലയും പിന്നെ ജേക്കബൈറ്റ് സ്റ്റീം ട്രെയിനുമാണ്. മെയിനായിട്ട് ജേക്കബൈറ്റ് സ്റ്റീം ട്രെയിനാണ്. ഇത് നമ്മൾ ആ ഓബാനി പോയതിൻ്റെ ആ രാത്രി ഫുഡ് കഴിക്കാൻ പോയ സ്ഥലമാണ്. അത് നന്നായിട്ടുണ്ടായിരുന്നു. പുതിയ വ്ലോഗിലൂടെ കാണാം. ഓക്കെ.